എന്തൊക്കെ ഇട്ട് കുത്തണം ഈ പെണ്ണിന്. ഇത് നീ വന്നപ്പോ എന്തിങ്ങനെ? അപ്പൊ ഫൈനലി വി ആർ ഇൻ കിച്ചൺ. എന്തെങ്കിലും പറയാം, ഇംഗ്ലീഷ് ആണ് ഇനി മൊത്തം. സോ വി ജസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലി നൗ മൈ ലവ്. നൊസ്റ്റാൾജിക്. അപ്പൊ നമ്മള് കണ്ണിലൊക്കെ ഇടിക്കല്ലിട്ട് നമ്മള് ചതക്കാണ് ആൾക്കാർക്ക് മനസ്സിലാവും. ഇടിക്കല്ലിട്ട് ഇടിക്കുക. പക്ഷെ കുഴപ്പമില്ല, എന്റെ വ്ളോഗ് അങ്ങനെ അധികാരം കാണൂല. പക്ഷെ ഇങ്ങനെ ഇടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. വി ആർ വെയിറ്റിംഗ് ചിക്കൻ കറി വരുന്നെന്ന് പറഞ്ഞ് ചിക്കൻ കറിയും വന്നിട്ടില്ല, പച്ച ചിക്കനും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ബാക്കി എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ എന്താണ് പച്ചമുളക്, ഉള്ളി, അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ചെയ്യുന്നവരാണ് പറയുന്നത്. സത്യത്തിൽ അവിടെ ചെയ്യുന്ന വേറെ ആൾക്കാർ, നമ്മൾ ജസ്റ്റ് വ്ളോഗ്. ഓക്കെ, അപ്പോൾ മാമി ഇവിടെ ഉള്ളി അരിയാണ്. അധിക നേരം ഇവിടെ നിൽക്കുന്നില്ല, കാരണം കണ്ണ് സീനാവും. സോ ഫാസ്റ്റായിട്ട് സംഭവം ഓരോ കറിക്കും ഈ ഞാൻ കേട്ടിട്ടുണ്ടേ, നമ്മള് ഓരോ ടേസ്റ്റ് ആണ് അരിയുന്നതിനും ചതയ്ക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ വേറെ നമ്മളൊരു അമ്മാമ ഉണ്ടായിരുന്നു, ഏറ്റവും വലിയ അമ്മാമ, വെക്കുന്ന എല്ലാം അടിപൊളിയാണ്. നല്ല അവരൊക്കെ വെക്കുന്ന ഒരു രീതി അടിപൊളിയാണ്. മിക്സി പക്ഷെ അന്നത്തെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ അതിൽ കിട്ടത്തില്ല. കിളി പോയിരിക്കാന്ന് തോന്നുന്നത്. രണ്ടുപേരും കണക്കാണ്. പോയപ്പോൾ കാര്യം ചോദിക്കാണ്, നടക്കാനൊന്നും തള്ളിക്കൊണ്ട് പോവാണല്ലോ ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. അപ്പൊ ഇത് ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകണം. തള്ളിക്കൊണ്ടാണോ? ഇവിടെ ചേട്ടൻ പച്ച ചിക്കനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ആളെത്തിയത്. നമ്മള് വെയിറ്റിംഗിലായിരുന്നു. സത്യം ഗൈസ് കിട്ടി. ഇത് നമുക്ക് രണ്ടും ഒരുമിച്ച് വന്ന് ഇത്രയും നേരം വരണ്ടായിരുന്നു. പച്ച ചിക്കനും വന്ന് പഴുത്ത ചിക്കനും പച്ച ചിക്കനും വന്ന് കറി വന്ന് റെഡിയാക്കാനായിട്ട് നമ്മൾ ചിക്കനിലോട്ട് പോകണം, കിച്ചണിലോട്ട് പോവുകയാണെങ്കിൽ ചിക്കനിലോട്ട് പോകണം. ഓക്കെ, ഫൈനലി ഫ്രഷ് ചിക്കനാണ്, കണ്ടാൽ തന്നെ അറിയാം. ഇത് നോക്ക്, ഇപ്പൊ വെട്ടി. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വോയിസ് കൊടുക്കാം അല്ലേ, വീഡിയോ മാത്രം എടുത്തിട്ട്. ഇത് നോക്ക്, ബ്ലഡൊക്കെ ഉണ്ടല്ലോ. ബ്ലഡ് അല്ലാതെ പിന്നെ ഫ്രഷ് ചിക്കൻ ബ്ലഡ് വിറപ്പിക്കല്ലേടി. നമ്മള് ടോമിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ ചിക്കൻ വന്നെന്ന് അവന് മനസ്സിലായി. അപ്പൊ ചിക്കനൊക്കെ വൃത്തിയാക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോ ഇതായിട്ട് കാണിക്കാം. തട്ടിക്കൂട്ടി ചിക്കനാണ്, അങ്ങനെ അധികം റെസിപ്പി ഒന്നുമില്ല കേട്ടോ. ഇതേ സംഭവം ചിക്കൻ കറി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് നമ്മളുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ടാക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയുള്ള കടുക് വറുത്തിട്ട് അങ്ങനെ ഇടും. എന്നിട്ട് എന്തുവായിരുന്നത് പിന്നെ ഇവള് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒരു ബ്രൗണിഷ് ആവുന്ന ടൈം, ഗോൾഡൻ ബ്രൗൺ ആവുന്ന ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലൊരു പ്രത്യേക ഒരു നല്ലൊരു മണം വരുമല്ലേ. ആ ടൈമിൽ ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ഗൈസ്, അപ്പം നെക്സ്റ്റ് സവാള അരിഞ്ഞതും അതുപോലെ പച്ചമുളകും കൂടി അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അതും ഇതുപോലെ ഒത്തിരി നേരം ഒരു 15 വഴണ്ട് വരുന്ന വരെ, വഴണ്ടെന്നൊക്കെ മനസ്സിലാവാനായിരുന്നു ഇവിടെ. അപ്പം വാടി വരുന്ന വരെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. അപ്പോൾ കറി ആവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്കും അല്ലേ ഫുഡ് കഴിച്ചില്ല. അപ്പം നമ്മൾ ഒരു പൊറോട്ട വെച്ചിട്ട് എന്തായാലും പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ, അപ്പം അതിന് ഒരു പൊറോട്ട വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചു ഗൈസ്. അതിന് ശേഷം കറിയായിട്ട് നമ്മൾ പിന്നെയും ചോറ് എന്തെങ്കിലും കഴിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു അവസ്ഥ ആകുമ്പോഴത്തേക്കും ഇതല്ലല്ലോ ബ്രൗൺ കളറാണ് അല്ലേ, കുറച്ചും കൂടെ ഇതായതിനു ശേഷമാണ് ചിക്കൻ പീസ് അല്ലെങ്കിൽ മസാലയൊക്കെ ആഡ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് 3 പേർക്കും വിശന്നത് കൊണ്ട് നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചു ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനാണ് പാഴ്സലായിട്ട് വാങ്ങിച്ചത്. അപ്പം ഒരു പൊറോട്ടയുടെ കൂടെ നമ്മൾ ഇത് കഴിക്കാൻ തീരുമാനിച്ചു ഗൈസ്. അപ്പോൾ ബാലൻസ് തന്നെ വരുന്നതല്ലേ എപ്പോഴും ബാക്കി തിന്നുമ്പോൾ. അപ്പോൾ ഓരോ മസാല ആയിട്ട് ഇടുവാണ്. ഫസ്റ്റ് മുളക് പൊടി ആവശ്യത്തിന് ഇടണം ഗൈസ്. പിന്നെ തട്ടിക്കൂട്ടായതുകൊണ്ട് മിക്ക പൊടികളും ഇവിടെ ഇല്ല ഗൈസ്. പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. ഇത്രയല്ലേ ഉള്ളൂ, വേറെ വല്ലതും ഉണ്ടായിരുന്നു. ചിക്കൻ മസാല മല്ലിപ്പൊടി ഉണ്ട്. മല്ലിപ്പൊടി വേണം. പിന്നെ ചിക്കൻ മസാല ഇവിടെ ഉണ്ട്. മല്ലിപ്പൊടി മക്കളെ മല്ലിപ്പൊടി ആരടിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഡിയോ എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുക്കുന്നത്. നമ്മൾ പൊറോട്ട കഴിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് മല്ലിപ്പൊടി ഇടണം, പിന്നെ ചിക്കൻ മസാല അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഗൈസ്. ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ലാസ്റ്റ് കറിയായിട്ട് എടുത്താൽ പോരെ ഗൈസ്. കിടിലൻ പൊറോട്ടയും ആ ചില്ലി ചിക്കനും ഇവിടെ കഴിക്കും.